കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതായിരുന്നു ക്യാൻലിവർ വിത്ത് പോയിൻ്റ് ലോഡും അതുപോലെ തന്നെ ക്യാൻലിവർ വിത്ത് യു ഡി എല്ലും വരുന്ന സമയത്ത് അവിടുത്തെ റിഫ്ലക്ഷൻ അതുപോലെ തന്നെ സ്ലോപ്പ് ഇത് എങ്ങനെയാണ് കാണുന്നത് എന്നാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഇക്വേഷൻസ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ഇക്വേഷൻസായിട്ട് നമ്മൾ എങ്ങനെ ഡെറിവ് ചെയ്തിട്ട് ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് വഴി നമ്മൾ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. dy ബൈ ഡി എച്ച് ഈസ് ഈക്വൽ ടു, അതായത് തീറ്റ സ്ലോപ്പ്, അതിന് ഇക്വേഷൻ ഫോം ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഡിഫ്ലക്ഷൻ y എന്ന് പറയുന്ന ടേമിനും ഇക്വേഷൻ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് പറയുന്നത്. അപ്പോൾ നോക്കുക, ഒരു പ്രോബ്ലമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമ്മൾ രണ്ട് ടൈപ്പ് പ്രോബ്ലം പറയുന്നുണ്ട്. ഒന്ന് പോയിൻ്റ് ലോഡുമാണ്, മറ്റൊന്ന് യു ഡി എൽ വരുന്ന സമയത്തുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം, എ cantilever 2 meter long carries a point load of 40 kilonewton at its free end. ഫ്രീ എൻഡിലായിട്ട് 40 കിലോന്യൂട്ടൺ പോയിൻ്റ് ലോഡാണുള്ളത്. എൻഡിലായിട്ട് കാണിച്ചിട്ടുണ്ട്, ബി എന്ന് പറയുന്നത് ഫിഗർ നോക്കുക. ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ അറ്റ് ദി ഫ്രീ എൻഡ്. ഫ്രീ എൻഡിലുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ക്യാപിറ്റൽ ഇ ഈക്വൽ ടു, അതായത് ഇ ഐ എന്ന് പറയുന്ന ടേമുകളുണ്ടായിരുന്നു, അതുകൊണ്ട് ക്യാപിറ്റൽ ഇ ഈസ് ഈക്വൽ ടു യങ് സ്മോളസ് 200 kilonewton per mm square ആൻഡ് ഐ ഈസ് ഈക്വൽ ടു 160 ഇൻറ്റു 10⁻⁶ mm⁴. ഐ വാല്യൂ എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യാണ്, അതുകൊണ്ടാണ് അതിൻ്റെ യൂണിറ്റ് mm⁴ എന്ന് വന്നിട്ടുള്ളത്. ഓക്കെ. ആൾസോ ഫൈൻഡ് ദി സ്ലോപ്പ് അറ്റ് ദി ഫ്രീ എൻഡ്. അതുപോലെ തന്നെ ഫ്രീ എൻഡിലുള്ള സ്ലോപ്പ് കാണാനും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യുക. നമ്മളോട് പ്രോബ്ലം ചോദിക്കും. ഇപ്പോൾ പാർട്ട് സിയിലുള്ള പോർഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഉണ്ടായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ ചെറിയ നേരത്തെ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡിൽ അത് ഡിറൈവ് ചെയ്യാൻ, ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ ഏതാണെന്ന് നമുക്ക് നോക്കാം, എങ്ങനെയാണ് സോൾവ് ആക്കുന്നത്. ഫസ്റ്റ് പ്രോബ്ലം തന്ന പ്രകാരം എല്ലാം കറക്റ്റായിട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നത് ഒന്ന് ലെങ്ത് ഓഫ് ക്യാൻലിവർ ബീമിൻ്റെ ലെങ്ത് ഈസ് ഈക്വൽ ടു എൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൽ ഈസ് ഈക്വൽ ടു 2 മീറ്റർ ആണ്. 2 മീറ്റർ എന്ന് കൊടുത്തു. പോയിൻ്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ് ക്യാപിറ്റൽ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 40 kilonewton ആണ്. ക്യാപിറ്റൽ ഇ ഈസ് ഈക്വൽ ടു 200 kilonewton per mm² ആണ്. ഐ ഈസ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനേഷ്യ 160 ഇൻറ്റു 10⁻⁶ mm⁴. ഫോർ എ cantilever വിത്ത് എ കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ദി ഫ്രീ എൻഡ്, ഡിഫ്ലക്ഷൻ അറ്റ് ദി ഫ്രീ എൻഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഇക്വേഷൻ, അതായത് y മാത്സ് ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഡിഫ്ലക്ഷനാണ്. അതായത് ഈ കാൻലിവർ ബീമിൻ്റെ എൻഡ്, അതായത് ബി എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫ്രീ എൻഡ്. ആ ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷൻ എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിഫ്ലക്ഷൻ കാണാൻ y മാത്സ് അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു -WL³ ഡിവൈഡഡ് ബൈ 3EI. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷനാണിത്. ഈ ഇക്വേഷനിൽ W എന്ന് പറയുന്നത് ലോഡാണ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. L എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സ്പാനാണ്. സ്പാൻ 2 മീറ്റർ ആയിട്ടാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനെ MM-ലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ MM-ൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നോക്കുക, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് -40 kilonewton ആണ്. പക്ഷേ L ഈസ് ഈക്വൽ ടു MM ആയിട്ട് വേണം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. MM 2 എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അപ്പോൾ 2 ഇൻറ്റു 10⁻³ അത്രയും MM ആണ് നമ്മുടെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ W അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 40 ആണ്. അപ്പോൾ -40 ഇൻറ്റു 2³ അതൊന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 ഇൻറ്റു 10⁻³ ഹോൾ³ ആയിട്ട് എഴുതാം. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് 2³ ഇൻറ്റു 10⁻³ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതാം. ഹോൾ ഡിവൈഡഡ് ബൈ 3EI. 3 ഇൻറ്റു ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് kilonewton per mm² ആയിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് മാറ്റണ്ട. നിങ്ങൾ കിലോന്യൂട്ടൺ എല്ലാം കിലോന്യൂട്ടണിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് എല്ലാം കിലോന്യൂട്ടണിൽ തന്നെ കിടന്നാൽ മതി.
പിന്നെ എല്ലാം ഇപ്പോൾ MM-ലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അത് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്യാപിറ്റൽ E = 200 kN/mm² എന്നുള്ള ടേമിൽ തന്നെ കൊടുത്താൽ മതി. ഇനി I വാല്യൂ എന്ന് പറയുന്നത് അതുപോലെ mm⁴ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് 160 × 10⁻⁶ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് y max = അല്ലെങ്കിൽ എൻഡിലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് -3.33 mm എന്ന് കിട്ടി. ഓക്കെ, അത്രയാണ് അവിടുത്തെ ഡിഫ്ലക്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇതേപോലെ 2 mm അല്ലെങ്കിൽ 3 mm ഒക്കെ ആയിട്ടാവും ആൻസർ കിട്ടുക. അപ്പോൾ അത്ര തന്നെയാണ് അതിൻ്റെ വേരിയേഷൻ വരിക. അപ്പോൾ അത് അത്രയല്ലേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞ് തെറ്റാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഈ 3.33 ആണ്. അത് മൈനസ് കാണിക്കാൻ കാരണം ഡൗൺവാർഡ് ഡയറക്ഷനിലാണ് ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുള്ളതെന്നാണ്. നമ്മുടെ ഇക്വേഷനിൽ ഓൾറെഡി മൈനസ് ഉള്ളത് അതുകൊണ്ടാണ്. ഡൗൺവാർഡ് ഡയറക്ഷനിലാണ് നമ്മുടെ ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുള്ളത്. ഇനി അടുത്തത് അതേ ക്വസ്റ്റ്യനിൽ നമ്മളോടൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, സ്ലോപ്പ് അറ്റ് ദി ഫ്രീ എൻഡ്. അതിലുള്ള ഫ്രീ എൻഡിലെ സ്ലോപ്പ് θb. ഓക്കെ, അപ്പോൾ θb = -WL²/2EI. അതാണ് ഇക്വേഷൻ. തൊട്ട് മുകളിൽ കൊടുത്ത് അതേപോലെ തന്നെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. W 40 ആണ്, L എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അപ്പോൾ 2 × 10⁻³ അങ്ങനെ കൊടുത്താലും മതി. ഹോൾ ഡിവൈഡഡ് ബൈ 2 × ഈ വാല്യൂ 200 ആണ്. അപ്പോൾ എന്ത് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ കിലോ ന്യൂട്ടണിലും MM-ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് റേഡിയനായിട്ട് ആൻസർ കിട്ടുന്നത്. അതെപ്പോഴും മനസ്സിലാക്കുക. കിലോ ന്യൂട്ടണും അതുപോലെ തന്നെ നമ്മുടെ MM-ഉം. ഓക്കെ, അതായത് റേഡിയനായിട്ടാണ് അതിൻ്റെ ആൻസർ കിട്ടുന്നത്. വേറെ യൂണിറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ഈ ഒരു രീതിയിൽ ആൻസർ വരുന്നത്. അപ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് തന്നെ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമ്മൾ ആൻസർ -0.0025 റേഡിയൻ എന്ന് കിട്ടും. ഓക്കെ, -0.0025 റേഡിയൻ. അപ്പോൾ റേഡിയനിൽ എഴുതിയാൽ മതി നിങ്ങൾ സ്ലോപ്പ് എഴുതുന്ന സമയത്ത്. ഇപ്പോൾ θb അല്ലെങ്കിൽ അങ്ങനെയുള്ള വാല്യൂസ് സ്ലോപ്പ് കിട്ടുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. 0 പോയിൻ്റാണ് ഉണ്ടാവുക. മനസ്സിലാക്കി വയ്ക്കുക. കാൽക്കുലേറ്ററിൽ കറക്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ആ വാല്യൂ എന്ന് പറയുന്നത് അത്ര ചെറിയ വാല്യൂ ആയിട്ട് തന്നെയാണ് റേഡിയൻ കാണിക്കുന്നത്. അത് ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും ചെറിയ വാല്യൂവിനാണ് നിങ്ങൾക്ക് കിട്ടുക. ഡിഫ്ലക്ഷൻ അറ്റ് ദി ഫ്രീ എൻഡ് YB = 3.33 mm ഡൗൺവാർഡ്സ്. സ്ലോപ്പ് അറ്റ് ദി ഫ്രീ എൻഡ് θb = 0.0025 റേഡിയൻസ് ക്ലോക്ക് വൈസ്. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ആ പ്രോബ്ലം ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കി നോക്കാം. അടുത്ത പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു UDL ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ UDL വന്നാൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എ cantilever 2 meter long carrying a uniformly distributed load 40 kN/m. വ്യത്യാസം നോക്കുക. UDL ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ പോയിൻ്റ് ലോഡ് ആയപ്പോൾ 40 kN പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. UDL ആയ സമയത്ത് എന്താ പറയുക, 40 kN/m ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, 40 kN/m ഓൺ ദി എൻറ്റയർ ലെങ്ത്. ഇഫ് ക്യാപിറ്റൽ E = 200 kN/mm². ഈ വാല്യൂ തന്നിട്ടുണ്ട്, I വാല്യൂ തന്നിട്ടുണ്ട് 160 × 10⁻⁶ mm⁴. ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് അറ്റ് ദി ഫ്രീ എൻഡ്. ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷനും അതുപോലെ തന്നെ സ്ലോപ്പും, ഇത് രണ്ടെണ്ണമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ നോക്കുക, ക്യാപിറ്റൽ L = 2 മീറ്റർ ആണ്. L എന്ന് പറയുന്നത് 2 മീറ്റർ. W എന്ന് പറയുന്നത് എത്രയാണ്, നല്ല 40 kN/m. പിന്നെ I വാല്യൂ 160 × 10⁻⁶ mm⁴. ക്യാപിറ്റൽ E = 200 kN/mm². അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇക്വേഷൻ നേരത്തെ എഴുതിയ പോലെ തന്നെ ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. നോക്കാം, പ്രോബ്ലം വരച്ചിട്ടുണ്ട്. സൈഡിൽ AB എന്ന് പറയുന്ന ഒരു ക്യാൻലിവർ ബീം, A എന്ന് പറയുന്നത് ഫിക്സഡ് എൻഡാണ്. ഫിക്സഡ് എൻഡായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അതിൻ്റെ അവിടെ വരുന്ന ലോഡ് 40 kN/m ആയിട്ടാണ്. അവിടെ 40 kN മാത്രമേ ഫിഗറിൽ എഴുതിയിട്ടുള്ളൂ. പെർ മീറ്റർ എന്ന് തന്നെ എഴുതുക.
മാർക്ക് ചെയ്യാം. 2 മീറ്ററാണ് അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, ആ ഒരു ബീമിൻ്റെ, കാൻലിവർ ബീമിൻ്റെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വൈ മാക്സ് ഡിഫ്ലക്ഷൻ ഫ്രീ എൻഡ് ബി എന്ന് പറയുന്ന പോയിൻറ്റിലെ മാക്സിമം അവിടെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വൈ ബി എന്ന് പറയുന്നതിന് വൈ മാക്സ് എന്ന് പറയാൻ കാരണം. ഓക്കെ, വൈ മാക്സ് ഈസ് ഈക്വൽ ടു വൈ ബി ഈക്വൽ ടു -w L⁴ ഡിവൈഡഡ് ബൈ 8EI -w L⁴ ഡിവൈഡഡ് ബൈ 8EI. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, പോയിൻ്റ് ലോഡ് ആയപ്പോൾ എല്ലാം അതേപോലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഈ വാല്യൂ ഇതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെർ മീറ്റർ ആയിട്ടാണ് നമ്മുടെ അവിടുത്തെ ലോഡിന് തരുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് പെർ മീറ്റർ ആയിട്ടാണ് UDL തരുന്നത്. 40 kN/m ആണ്. അപ്പോൾ ടോട്ടൽ ആ സ്പാനിൽ എത്ര ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ടോട്ടൽ W എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ W L⁴ ഡിവൈഡഡ് ബൈ 8EI എന്ന് പറയുന്നതിൽ WL മാറ്റി നിർത്തിയാൽ പിന്നെ എന്തേ ഉള്ളൂ, L³ ഉണ്ടായിരിക്കുള്ളൂ. അതായത് ആ ടേം തന്നെ -w L⁴ ഡിവൈഡഡ് ബൈ 8EI ഈക്വൽ ടു, അതിനൊന്നുകൂടി മാറ്റി എഴുതുകയാണെങ്കിൽ WL അത് ടോട്ടൽ ലോഡിൻ്റെ ടേമാണ്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വയ്ക്കുക. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ WL ഒരുമിച്ചാക്കി, ബാക്കി L³ സെപ്പറേറ്റ് ആക്കി, ഹോൾ ഡിവൈഡഡ് ബൈ 8EI. ഇനി ഇവിടെ നോക്കുക, 40 × 2, അതായത് W × L അതാണ് 40 × 2 ഇൻറ്റു L³ അതായത് 2³ പിന്നെ 10⁻³ ക്യൂബും, ഹോൾ ഡിവൈഡഡ് ബൈ 8 × 200 × 160 × 10⁻6. അപ്പോൾ പലർക്കും ഡൗട്ട് വന്നിട്ടുണ്ടാവും, 2 മീറ്റർ എന്ന് പറയുന്ന മീറ്റർ നമ്മൾ mm മാറ്റണമല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ മീറ്ററിനെ മാറ്റിയില്ല? അതായത് 40 രണ്ടാമത്തെ ടൈമിൽ മാറ്റി, L³ ചെയ്തപ്പോൾ മാറ്റിയിട്ടുണ്ട്. കാരണം 2³ × 10⁻³ ക്യൂബ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് mm ചെയ്തിട്ടുള്ളത്. 40 × 2 ചെയ്ത സമയത്ത് അവിടെ 2 മീറ്ററിനെ മാറ്റിയിട്ടില്ലല്ലോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ മനസ്സിലാക്കുക, നമ്മളവിടെ ചെയ്തത് എന്താ, WL എന്ന് പറയുന്നത് ടോട്ടൽ ലോഡാണ്. നമുക്ക് തന്ന ലോഡ് എത്രയിലാണ് കിടക്കുന്നത്, 40 kN/m കിടക്കുന്നത് അല്ലേ. പെർ മീറ്ററിൽ ഇത്ര ലോഡ് ഉണ്ട് നമ്മളോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 2 മീറ്ററിൽ എത്ര ഉണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കിയത്. അപ്പോൾ kN/m ഇൻറ്റു മീറ്റർ ക്യാൻസലായാൽ നമുക്കവിടെ എന്തേ ഉള്ളൂ, kN എന്ന് പറയുന്ന ഒരു ടോട്ടൽ UDL നമുക്കവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതാണ് 2 × 40, അതായത് 80 എന്ന് കിട്ടുന്ന വാല്യൂ. അതങ്ങനെയാണ് നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഡൗട്ട് കറക്റ്റ് ക്ലിയർ ചെയ്യുക, ചെയ്തിട്ട് തന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ ക്ലിയർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് -2.5 mm. അതാണ് നമ്മുടെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ഇനി അടുത്ത് സ്ലോപ്പ് അറ്റ് ദി ഫ്രീ എൻഡിൽ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ θb = W L³ ഡിവൈഡഡ് ബൈ 6EI = WL × L² ഡിവൈഡഡ് ബൈ 6EI. അതിലും അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 40 × 2 അത് അതേപോലെ തന്നെ മുകളിൽ ചെയ്ത് അതേപോലെ തന്നെ ഇൻറ്റു ബാക്കി 2² 10⁻³ ഹോൾ ഡിവൈഡഡ് ബൈ 8 × 200 × 160 × 10⁻6. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് എല്ലാം ചെയ്ത് കിട്ടുന്ന സമയത്ത് 0.00125 റേഡിയൻ എന്നുള്ള വാല്യൂ കിട്ടി. അപ്പോൾ ഡിഫ്ലക്ഷൻ എത്രയാണ്, 2.5 mm ഡൗൺവാർഡ് ഡയറക്ഷനിലാണ്. സ്ലോപ്പ് അറ്റ് ദി ഫ്രീ എൻഡ് എന്ന് പറയുന്നത് എത്രയാണ്, 0.00125 റേഡിയൻ ക്ലോക്ക് വൈസിലാണ്. ഓക്കെ, അപ്പോൾ ഈ 2 പ്രോബ്ലം ഇങ്ങനെയാണ് ചെയ്യുന്നത്. മനസ്സിലാക്കി വയ്ക്കുക. കാൻലിവർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോയിൻ്റ് ലോഡ്, ഫ്രീ എൻഡിൽ പോയിൻ്റ് ലോഡും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ലോഡ് UDL വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ സിംപിളി സപ്പോർട്ടഡ് ബീമാണ് അടുത്ത കേസ് പറയുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് കാൻലിവർ ബീമായിരുന്നു. കാൻലിവർ ബീമിൽ 2 കേസുകൾ നമ്മൾ പറഞ്ഞു. ആ 2 കേസിൻ്റെ പ്രോബ്ലം ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിംപിളി സപ്പോർട്ടഡ് ബീമാണ്. സിംപിളി സപ്പോർട്ടഡ് ബീം വരുന്ന സമയത്ത് അതിൽ എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത്, ഫസ്റ്റ് കേസ് പോയിൻ്റ് ലോഡാണ്.
ഓക്കെ. സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ ക്യാപിറ്റൽ എൽ ക്യാരിങ് എ കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് മിഡ് സ്പാൻ. മിഡ് സ്പാനിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ മിഡ് സ്പാനിൽ പോയിൻ്റ് ലോഡ് ഡബ്ല്യു ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന സ്ലോപ്പ് അതുപോലെ തന്നെ അവിടുത്തെ ഡിഫ്ലക്ഷൻ ഇതെത്രയാണെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഫിഗർ നമ്മൾ കാൻലിവറിൽ വരച്ച അതേപോലെ തന്നെ ഇതിന് ഫിഗർ വരയ്ക്കണം. സിംപ്ലി സപ്പോർട്ടഡ് ബീം വരച്ചു, നടുവിൽ എന്ത് ചെയ്തു, ഡബ്ല്യു എന്നുള്ളത് മാർക്ക് ചെയ്തു, ഡബ്ല്യു കിലോ ന്യൂട്ടൺ. അപ്പോൾ രണ്ട് എൻഡിൽ, അതായത് എ എന്ന് പറയുന്നു ബി എന്ന് പറയുന്ന രണ്ട് എൻഡാണ്. രണ്ട് എൻഡിലും W/2 ഉണ്ടാവും, ഇപ്പുറത്തും W/2 ഉണ്ടായിരിക്കും. പിന്നെ സെൻറ്ററിൽ ആക്ട് ചെയ്യുന്നത് സി എന്ന് പറയുന്ന പോയിൻ്റ്, സി എന്ന് പറയുന്ന പോയിൻറ്റിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഇനി സെക്ഷൻ എടുക്കുക നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ബെൻഡ് ചെയ്യുന്ന ഒരു ആക്ഷൻ നമ്മളിതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്. ആ ആക്ഷനാണ് കർവ് പോലെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെയാണ് സ്ലോപ്പ് തീറ്റ എയും ഇപ്പുറത്തും തീറ്റ ബിയും ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ തീറ്റ എ ആണ് കണ്ടെത്തുന്നതെന്നുണ്ടെങ്കിൽ സെയിം വാല്യൂ തന്നെ ആയിരിക്കും തീറ്റ ബിയിലും ഉണ്ടായിരിക്കുക. ഡിഫ്ലക്ഷൻ സെൻറ്ററിലാണ് മാക്സിമം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ഡിഫ്ലക്ഷൻ അതിനനുസരിച്ച് നമ്മൾ ഒരൊറ്റ വാല്യൂ, അതിപ്പോൾ എന്ന് നോക്കുകയാണെങ്കിലും ബി എന്ന് നോക്കുകയാണെങ്കിലും ഒരൊറ്റ ഡിഫ്ലക്ഷൻ തന്നെ അതിനുള്ളൂ. അപ്പോൾ ഇനി പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. കൺസിഡർ ദ ബീം ഷോൺ ഇൻ ഫിഗർ. ദ മാക്സിമം ഡിഫ്ലക്ഷൻ വിൽ ഒക്കർ അറ്റ് ദി മിഡ് സ്പാൻ ആസ് ദി ലോഡ് ഈസ് സിമ്മട്രിക്കൽ ആയതുകൊണ്ടാണ്. ഓക്കെ, ഇതിൽ ഡിഫ്ലക്ഷൻ കറക്റ്റ് സെൻറ്ററിലാണ് മാക്സിമം എന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെ ഇവിടുത്തെ റിയാക്ഷൻസ്, രണ്ട് ഭാഗത്തും വരുന്ന റിയാക്ഷൻ കണ്ടെത്തണം. റിയാക്ഷൻ കണ്ടെത്തുന്നത് സിമ്മട്രിക്കൽ ആയതുകൊണ്ട് സെൻട്രലിലാണ് ഡബ്ല്യു ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഡബ്ല്യുവിൻ്റെ പകുതി ആയിരിക്കും എയിൽ, അതുപോലെ ആ ഡബ്ല്യുവിൻ്റെ പകുതി ആയിരിക്കും ബിയിൽ ആക്ട് ചെയ്യുന്നത്. മനസ്സിലാക്കുക. വൈമാത്സ് ഫിഗറിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. എച്ച് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. നോക്കി നോക്കുക. അതായത് ടോട്ടൽ ലെങ്ത്ത് L ആണ്. അതിൽ സെൻട്രലിലുള്ള ആ ഡബ്ല്യു എന്ന് പറയുന്ന ലോഡ് വരെ L/2, അത് കഴിഞ്ഞിട്ട് ബാക്കിയും L/2 ആണ്. അതിൽ നമ്മൾ ഒരു എച്ച് എന്ന് പറയുന്ന ഒരു സെക്ഷൻ എച്ച് ഡിസ്റ്റൻസിൽ, എയിൽ നിന്ന് എച്ച് ഡിസ്റ്റൻസിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം നമ്മൾ നോക്കി നോക്കാം. കൺസിഡർ എ എച്ച് ഡിസ്റ്റൻസ് അറ്റ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ലെഫ്റ്റ് ലെഫ്റ്റ് എൻഡിൽ നിന്ന് എച്ച് പറയുന്ന ഡിസ്റ്റൻസിൽ മാറിയിട്ട് കൺസിഡർ ദ പോർഷൻ എ സി എന്ന് പറയുന്ന പോർഷൻ്റെ ഇടയിലാണ് വരുന്നത് എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മൊമെൻ്റ് എടുക്കുകയാണ്. മൊമെൻ്റ് എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ലെഫ്റ്റിലേക്ക് എടുക്കാം, ഒന്നെങ്കിൽ റൈറ്റിലേക്ക് എടുക്കാം. നിങ്ങൾക്ക് ഏത് എടുത്താലും സെയിം വാല്യൂ ആണ്. ഒരു പോയിൻറ്റിൻ്റെ, ഒരു ബീമിൽ ഒരു പോയിൻറ്റിൽ നിന്ന് മൊമെൻ്റ് എടുക്കുന്ന സമയത്ത് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മൊമെൻ്റ് എടുക്കാം. രണ്ട് വാല്യൂ എന്തായിരിക്കും, ഈക്വലായിരിക്കും. അപ്പോൾ നമ്മളിവിടെ സിമ്പിളായിട്ട് കിട്ടാൻ വേണ്ടി എടുക്കുന്നത് നമ്മുടെ ഇക്വേഷൻ എന്താണ്, എം ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു d²y/dh². അതിൽ എം ആണ് ഫസ്റ്റ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ആ എം ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എച്ച് എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റ് ആക്സിസിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്കാണ് മൊമെൻ്റ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതായത് W/2 എന്ന് പറയുന്ന റിയാക്ഷൻ, എയിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എച്ച് ഡിസ്റ്റൻസിലാണ്. അപ്പോൾ അവിടേക്കുള്ള മൊമെൻ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ എച്ച് ഇൻറ്റു W/2. ഓക്കെ, എച്ച് ഇൻറ്റു W/2. അത് ആക്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്? മൊമെൻ്റ് എടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൊമെൻ്റ് എടുത്തപ്പോൾ ആക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണത് പോസിറ്റീവായിട്ട് പ്ലസ് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഫസ്റ്റത്തെ പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് ഇൻറ്റഗ്രേറ്റിംഗ് വൺസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ആ ടേമിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് EI ഇൻറ്റു dy/dh ഇസ് ഈക്വൽ ടു WH²/4 പ്ലസ് C1. എങ്ങനെയാണ് നോക്ക്, നമ്മുടെ ഈ മൊമെൻറ്റിൻ്റെ പോർഷൻ അതേപോലെ അവിടെ തന്നെ വെച്ചു. EI ഇൻറ്റു d²y/dh² ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് dy/dh മാത്രമാണ് വരുന്നത്. ഓക്കെ, dy/dh മാത്രമാണ് വരുന്നത്. ഈക്വൽ ടു WH²/4. WH²/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W/2 ഓൾറെഡി അവിടെ ഉണ്ട്. എക്സിന് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് H²/2 ആണ് വരിക. അപ്പോൾ H²/2 ഓൾറെഡി ഒരു 2 താഴെ ഉണ്ട്. അപ്പോൾ 2 × 2 4 ആയി. അങ്ങനെയാണ് WH²/4
4 എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, പ്ലസ് C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ പ്ലസ് C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന കോൺസ്റ്റൻ്റ് ആണ്. ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വന്ന കോൺസ്റ്റൻ്റ് ആണ് C1 എന്ന് പറയുന്നത്. ഇനി C1 കണ്ടെത്തുക, കഴിഞ്ഞതിൽ ചെയ്ത അതേപോലെ തന്നെ അവിടുത്തെ C1 എന്ന് പറയുന്നത് കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ വേർ C1 ഈസ് എ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എച്ച്, അതായത് അവിടുത്തെ dy/dx നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ dy/dx എന്ന് പറയുന്നത് 0 ആവുന്ന പോയിൻ്റ് അതേതാണെന്ന് നോക്കുക. dy/dx എന്ന് പറയുന്നത് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 0 വരുന്ന പോയിൻ്റ്, 0 വരുന്ന പോയിൻ്റ്. അപ്പോൾ അതിൽ വേർ h ഈസ് ഈക്വൽ ടു L/2 ആണ്. h ഈസ് ഈക്വൽ ടു L/2. അതുപോലെ തന്നെ അപ്പോൾ h ഈസ് ഈക്വൽ ടു L/2 കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ dy/dx എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, dy/dx ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് സ്ലോപ്പ് 0 ആവുന്ന പോയിൻ്റ്, അതേപോലെ ഡിഫ്ലക്ഷൻ 0 ആവുന്ന പോയിൻ്റ്, അങ്ങനെയാണ് നമുക്ക് കോൺസ്റ്റൻ്റ് കിട്ടുക. അതായത് C1 അതേപോലെ C2 ഇതൊക്കെ കണക്കാക്കുമ്പോൾ. അപ്പോൾ ഇവിടെ dy/dx ഈസ് ഈക്വൽ ടു 0, അതായത് h ഈസ് ഈക്വൽ ടു L/2. അപ്പോൾ നമുക്ക് ഡിഫ്ലക്ഷൻ സെൻറ്ററിലാണ് നമുക്ക് സ്ലോപ്പ് 0 ആവുന്നത്. സ്ലോപ്പ് ഉള്ളത് എവിടെയാണ്? 2 എൻഡിലാണ്. എപ്പോഴും മനസ്സിലാക്കിക്കുക, സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ 2 എൻഡ്സിലാണ് നമുക്ക് എന്തുള്ളത്? സ്ലോപ്പ് ഉള്ളത്. സെൻറ്ററിൽ എന്തില്ല? സ്ലോപ്പ് ഇല്ല. അതുകൊണ്ട് dy/dx 0 ആണ്. ആ സെൻറ്റർ എച്ചിന് L/2 എന്ന് വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് സെൻറ്ററിലേക്ക് എത്തുന്നത്. ഓക്കെ, എ എന്ന് പറയുന്ന എൻഡ് മുതൽ സെൻറ്ററിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h ഈസ് ഈക്വൽ ടു L/2 ആവണം. ഇനി നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് വാല്യൂസ് ഈ പറഞ്ഞ സംഗതികളൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് എച്ചിന് L/2 എന്നും സ്ലോപ്പിന് dy/dx ഈസ് ഈക്വൽ ടു 0 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് അങ്ങനെ എന്ത് കിട്ടും? C1 എന്നുള്ള ടേം നമുക്ക് ഇതേപോലെ തന്നെ കിട്ടും, -WL². അതായത് C1 ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. ഓക്കെ, EI × 0 ആ ഭാഗം കംപ്ലീറ്റ് 0 ആയി പോയി. ബാക്കി എന്താണ്? ഈ ടേമിൽ L/2² അത് ചെയ്യുന്ന സമയത്ത് L²/4 വരും. 4 × 4 16 വരും, 16. ഓക്കെ, അങ്ങനെയാണ് C1 ഈസ് ഈക്വൽ ടു -WL² / 16 എഴുതിയിട്ടുള്ളത്. ഹെൻസ് നമ്മളിനി അടുത്ത് എന്ത് ചെയ്യുക? ഈ ടേം C1 എന്നുള്ള ടേമും കൂടി നമ്മൾ ചേർത്തിട്ട് അത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് എഴുതി വെച്ചു. ഇൻറ്റഗ്രേറ്റിംഗ് എഗെയിൻ വി ഗെറ്റ്, നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഒരു പ്രാവശ്യം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ dy/dx എന്തായി മാറി? y ആയി മാറി. അതായത് EI × y ഈക്വൽ ടു ഫസ്റ്റ് WH²/4 ആയിരുന്നു. അപ്പോൾ h² എന്നുള്ളത് h³ ആവും. അതായത് WH³ ആ ക്യൂബ് 3 × എന്നുള്ള ആ 3 കൊണ്ട് താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ 4 ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ 4 × 3 12 മൈനസ് രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് അവിടെ എക്സിൻ്റെ കണ്ടൻറ് ഇല്ല, എക്സ് പാർട്ട് ഇല്ലാത്തത് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സ് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ WL²/16 എക്സ് പ്ലസ് C2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ C2 എന്ന് പറയുന്ന വാല്യൂ കാണണം. C2 കാണാൻ എവിടെയാണ് ഡിഫ്ലക്ഷൻ 0 ആവുന്നത്? നമുക്ക് രണ്ട് എൻഡിലുമാണ് ഡിഫ്ലക്ഷൻ 0 ആവുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും എച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എ എന്ന് പറയുന്ന പോയിൻ്റിൽ നിന്നാണ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിൻ്റിന് നമ്മൾ കണക്കാക്കിയാൽ മതി. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫ്ലക്ഷൻ 0 ആണ്, അതായത് y 0 ആണ്. y എവിടെയാണ് കൂടുതലുള്ളത്? സെൻറ്ററിലാണ് മാക്സിമം ഉള്ളത്, മിഡ് സ്പാനിൽ. അപ്പോൾ എച്ച് എന്തായി മാറണം? എച്ച് 0 ആയി മാറണം. എച്ച് 0 ആവുന്ന പോയിന്റിൽ ആണ് അവിടുത്തെ ഡിഫ്ലക്ഷൻ 0 ആവുന്നത്. ആ കണ്ടീഷൻ അവിടെ അപ്ലൈ ചെയ്തു. നമുക്ക് C2 എന്ത് കിട്ടി? 0 ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് ആ ടേമിൽ വേറെ ഒന്നും വേണ്ട, ഇക്വേഷൻ എഴുതി വെച്ചു 2. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് എത്തണം, അതായത് സോൾവ് ചെയ്തിട്ട് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പോൾ ഫോം ചെയ്യുന്ന സമയത്ത് സ്ലോപ്പ് അറ്റ് എ ഈസ് ഈക്വൽ ടു തീറ്റ എ. ഓക്കെ, തീറ്റ എ ആണ്. അപ്പോൾ തീറ്റ എ ഈസ് ഈക്വൽ ടു EI × തീറ്റ എ ഈസ് ഈക്വൽ ടു WL²/16. WL²/16 എന്നുള്ള ടേം കിട്ടി. അതായത് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ ഇവിടെ നോക്കി നോക്കുക. സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സ്ലോപ്പിൻ്റെ ഇക്വേഷനിൽ നമ്മൾ കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്കിത് കിട്ടുന്നത്.
എച്ച് ഇസ് ഈക്വൽ ടു 0, അതായത് സ്ലോപ്പ് ഉണ്ടാകുന്നത് എവിടെയാണ്, സ്ലോപ്പിൻ്റെ വാല്യൂ ഉണ്ടാകുന്നത് നമ്മൾ കറക്റ്റ് എക്സ് എന്തായി മാറുമ്പോഴാണ്, 0 ആയി മാറുമ്പോഴാണ്, കറക്റ്റ് സപ്പോർട്ടിലാണ് നമുക്ക് അവിടുത്തെ വാല്യൂ ഉള്ളത്. അതുകൊണ്ട് എച്ച് ഇസ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ ബാക്കി ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇ ഐ ഇൻറ്റു തീറ്റ എ സിക്കൽ ടു, തീറ്റ എ എന്ന് പറയുന്നത് ഡിവൈ ബൈ എക്സ് തന്നെയാണ്, മൈനസ് WL²/16 ഉള്ളൂ. അതിൽ ഇ ഐനെയും കൂടി അപ്പുറത്തെ ടേമിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ വരിക, തീറ്റ എ സിക്കൽ ടു മൈനസ് WL²/16 EI എന്ന് വരും. ഓക്കെ, ആ ഒരു ബോക്സിലാക്കി വയ്ക്കുക. അതാണ് നമുക്ക് ഒരു ഇക്വേഷൻ. അപ്പോൾ ഇത് മൈനസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, തീറ്റ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് തീറ്റ എ, അതായത് തീറ്റ എ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ തീറ്റ ബി സെയിം ഇക്വേഷനാണ്, പക്ഷേ പോസിറ്റീവ് ആയിരിക്കും. അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ, സിമ്മട്രി ആയതുകൊണ്ട്, ഒരേപോലെ തന്നെ സിമ്മട്രിക്കൽ ആയതുകൊണ്ടാണ് പറയുന്നത്. നോക്കാം, ഡിഫ്ലക്ഷൻ അറ്റ് മിഡ് സ്പാന്. അപ്പോൾ മിഡ് സ്പാനിലുള്ള ഡിഫ്ലക്ഷൻ വൈ മാക്സ് ഇസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഇസ് ഈക്വൽ ടു L/2, എക്സ് ഇസ് ഈക്വൽ ടു L/2 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ തൊട്ട് മുകളിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വൈ എ ഇസ് ഈക്വൽ ടു വൈ മാക്സ് ഇസ് ഈക്വൽ ടു 1/EI ഇൻറ്റു W/12 ഇൻറ്റു L/2 ദി ഹോൾ ക്യൂബ് മൈനസ് WL²/16 ഇൻറ്റു L/2. അതായത് എക്സ് ഉള്ള ടേമുകളെല്ലാം നമ്മൾ ഓൾറെഡി വൈ മാക്സിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷനിൽ എക്സ് വന്ന ടേമിലെല്ലാം നമ്മൾ L/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗങ്ങളും കറക്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു L/2 ആയിട്ട് വന്നിട്ടുണ്ട്. ആ ടേമെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്യുക. അതിൽ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കൊരു ടേമായിട്ട് കിട്ടിയിട്ടുണ്ട് 1/EI ഇൻറ്റു WL³/96 മൈനസ് WL³/32. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് വെട്ടി പോയിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഇക്വേഷനായിട്ട് ആൻസർ കിട്ടി. അപ്പോൾ വൈ മാക്സ് ഇസ് ഈക്വൽ ടു EIനെയും കൂടി ആ ടേമിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയാൽ നമുക്ക് എന്താ കിട്ടുന്നത്, മൈനസ് WL³/48 EI എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഡൗൺവാർഡ് ഡിഫ്ലക്ഷൻ അറ്റ് സി എന്ന് പറയുന്ന പോയിന്റിലെ ഡൗൺവാർഡ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വൈ മാക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൈ സി. അതായത് നമ്മൾ ഡിഫ്ലക്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് പറയുന്നത് സ്മോൾ ലെറ്റർ വൈ ആണ്. അത് ഏത് പോയിന്റിലാണോ എടുക്കുന്നത് അതും കൂടി റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് വൈ സി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൈനസ് വൈ സി ഇസ് ഈക്വൽ ടു WL³/48 EI. ഓക്കെ, 48 EI. ഇത് ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യണത്. ഇപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ പോയിൻ്റ് ലോഡ്, അതായത് സെൻറ്ററിൽ പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്തുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, UDL വരുന്ന സമയത്തും അവിടെ നിന്ന് രണ്ട് ഇക്വേഷൻ, സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷനും ഡിഫ്ലക്ഷൻ കാണാനുള്ള ഇക്വേഷനും ഉണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഫിഗർ വരയ്ക്കുക. കറക്റ്റ് നിങ്ങൾ ഡെറിവേഷൻ പഠിക്കണം, ഇത് ചെയ്ത് തന്നെ പഠിക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് പ്രോബ്ലം ആയിട്ട് മാത്രമല്ല, നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ഒരു ഡെറിവേഷനും ചോദിക്കാറുണ്ട്. ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡിൽ സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് പോയിൻ്റ് ലോഡ് അറ്റ് മിഡ് സ്പാൻ വരുന്ന സമയത്തുള്ള ഡെറിവേഷൻ ചെയ്യാൻ, ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡിൽ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ചെയ്യുക. അതാണ് അത് ചിലപ്പോൾ 10 മാർക്കിനും 15 മാർക്കിനും ഒക്കെ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് റിപ്പീറ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്ത്, ഫസ്റ്റ് വൺ ഇക്വേഷൻ ഫോം ചെയ്യുക എന്നുള്ളതാണ്. അവിടുത്തെ മൊമെൻ്റ് ഇക്വേഷൻ ഫോം ചെയ്യുക. അതായത് W/2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സെക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ആ സെക്ഷൻ്റെ അടുത്തുനിന്ന് റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ നമുക്ക് മൊമെൻ്റ് എടുക്കാം. അപ്പോൾ അങ്ങനെ മൊമെൻ്റ് എടുക്കുന്ന സമയത്ത് വരുന്നതാണ് W/2 എക്സ്. ഇപ്പുറത്തെ സൈഡിലേക്ക് മൊമെൻ്റ് എടുക്കാം നിങ്ങൾക്ക്. ഇപ്പുറത്തെ സൈഡിലേക്ക് മൊമെൻ്റ് എടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം. ബി എന്ന് പറയുന്ന പോയിന്റിൽ W/2 ആക്ട് ചെയ്യുന്നുണ്ട്, സി എന്ന് പറയുന്ന പോയിന്റിൽ W ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മ് വേണം, മൊമെൻറ്റിൻ്റെ സമ്മ് വേണം എടുക്കാൻ. ഓക്കെ, പക്ഷേ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാത്രം കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ എടുക്കേണ്ട ആവശ്യമുള്ളൂ, ആകെ എയിൽ ആക്ട് ചെയ്യുന്ന W/2 മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ലെഫ്റ്റിലേക്ക് മൊമെൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സെയിം വാല്യൂ ആണ് വരിക, എപ്പോഴും മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ പ്ലസ് W/2 എക്സ് അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾ ഇക്വേഷനിൽ M is equal to EI ഇൻറ്റു d²y/dx² എന്നുള്ള ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒരു പ്രാവശ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. C1 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വരും. സ്ലോപ്പ് 0 ആവുന്ന പോയിൻറ്റ്, അതായത് x is equal to L/2 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. C1 കിട്ടി. അത് ഒന്നുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ആ ഇക്വേഷൻ ഒന്നുകൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുക.
ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് C2 എന്ന് പറയുന്ന പുതിയൊരു കോൺസ്റ്റൻറ്റ് വരും. അപ്പോൾ അവിടെ y ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 0 എന്ന പോയിൻറ്റ്, ആ h is equal to 0. അതായത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് C2 is equal to 0 കിട്ടി. ആ C2 0 ആയതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ പഴയ ഇക്വേഷൻ തന്നെയാണ്. ഇനി നമുക്ക് ഏത് വാല്യൂസ് കൊടുത്താൽ കറക്റ്റ് കിട്ടും എന്നുള്ളതാണ് അടുത്തത് നോക്കുന്നത്. തീറ്റ എ അല്ലെങ്കിൽ സ്ലോപ്പ്, ആ സ്ലോപ്പ് കിട്ടുന്നത് h is equal to 0 കൊടുക്കുമ്പോഴാണ് സ്ലോപ്പ് കറക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇക്വേഷൻ നമ്മൾ സ്ലോപ്പിനെ കണ്ടെത്തിയ ഇക്വേഷൻ മുകളിലുണ്ട്. അപ്പോൾ അതിലെന്ത് ചെയ്യാം, കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, h is equal to 0 എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ കിട്ടി. അതുപോലെ തന്നെ സ്പാനിൽ നമുക്ക് മാക്സിമം ഡിഫ്ലക്ഷൻ കിട്ടുന്ന എവിടെയാണ്, സെൻറ്ററിലാണ്. അതായത് h is equal to L/2 ആകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഡിഫ്ലക്ഷൻ ഉണ്ടാക്കിയ ഇക്വേഷനിൽ എന്ത് ചെയ്യുക, h is equal to L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇക്വേഷൻ ഫോം ചെയ്തു. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഡെറിവേഷനും. കറക്റ്റായിട്ട് ഓരോ സ്റ്റെപ്പും ചെയ്ത് നോക്കിയിട്ട് തന്നെ ഫോളോ ചെയ്യുക.